ഹലോ നമസ്തേ എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അക്കൗണ്ടിംഗ് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയും നിർബന്ധമായും ഈ കൺസെപ്റ്റുകളെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. അതിനാൽ തന്നെ ദയവായി ഈ വീഡിയോ നിങ്ങൾ ഒന്നിലധികം തവണ കാണാൻ ശ്രമിക്കുക. എന്താണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്ന് നമ്മൾക്ക് നോക്കാം. Accounting concept refers to certain assumptions or conditions on which the accounting system is based. ഒന്നുകൂടി പറയാം. Accounting concept എന്ന് വെച്ച് കഴിഞ്ഞാൽ certain necessary assumption, വളരെ അത്യാവശ്യമായ ചില അനുമാനങ്ങൾ, or condition, നിബന്ധനകൾ, on which the accounting system is based. അതായത് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കണ്ടീഷനുകളെയോ അല്ല എങ്കിൽ വളരെ അത്യാവശ്യമുള്ള ചില അനുമാനങ്ങളെയോ പറയുന്ന പേരാണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്. ഏറ്റവും ആദ്യത്തെ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കാം. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, all the transaction of the business are recorded in the books of the business from the point of view of the business as an entity, and even the proprietor is treated as a creditor to the extent of his capital. Business entity concept എന്താണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. According to this concept, ഈ കൺസെപ്റ്റ് പ്രകാരം all the transaction of the ബിസിനസ്സിൻ്റെ എല്ലാ ഇടപാടുകളും are recorded in the books of the business. ബിസിനസ്സിൻ്റെ ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കാണും. എങ്ങനെ? ആസ് ആൻ എൻറ്റിറ്റി. അതായത് ബിസിനസ്സിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ, ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലായിരിക്കും നമ്മൾ കാണേണ്ടുന്നത്. And even the proprietor is treated as a creditor to the extent of his capital. അതേപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ ഉടമസ്ഥനായ വ്യക്തിയെ നമ്മൾ ക്രെഡിറ്ററായി, അതായത് ബിസിനസ് കാശ് കൊടുക്കാനുള്ള വ്യക്തിയായി കണക്കാക്കണം. അതായത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ വളരെ സിമ്പിളിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പള്ളി വേറെ പള്ളിക്കുടം വേറെ. ഓണറിൻ്റെ സ്വന്തം ആയിരിക്കാം ബിസിനസ്, പക്ഷേ അക്കൗണ്ടിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷനുകളും ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് വേണം ചിന്തിക്കാൻ, റെക്കോർഡ് ചെയ്യാൻ. അതായത് ഇവിടെ ബിസിനസ് ഒരു വ്യക്തിയായി വേണം കണക്കാക്കപ്പെടേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ കാണിക്കുന്നത് സാധാരണഗതിയിൽ ഓണർ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റർ ആണ് എന്ന് പറയാനുള്ള കാരണം ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തുക അത് ഓണർ കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ക്യാപിറ്റൽ ഓണർ കൊണ്ടുവരികയാണെങ്കിൽ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ ആ കാശ് തിരിച്ച് ബിസിനസ് ആർക്ക് നൽകണം? ഓണർക്ക് നൽകണം. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ലയബിലിറ്റിയാണ്. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റുകളാണ്. അടുത്തത് എന്താണ് എന്ന് നോക്കാം. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് നോക്കാം. The money measurement assumption or monetary unit assumption aligns the fact that in accounting every worth recording, event, happening or transaction is recorded in terms of money. അതായത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: every worth recording event, happening or transactions is recorded in terms of money. പണപരമായിട്ടുള്ള ഈവൻറ്റുകളെയോ സംഭവങ്ങളെയോ ഇടപാടുകളെയോ മാത്രമേ ബിസിനസ്സിനകത്ത് നമ്മൾ രേഖപ്പെടുത്താറുള്ളൂ. അതിനെ പറയുന്ന പേരാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ സത്യസന്ധത, അവരുടെ ബുദ്ധികൂർമ്മത, അവരുടെ കഴിവ്, ഇതൊന്നും ഒരു കാരണവശാലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയില്ല. പകരം പണപരമായ ഇടപാടുകൾ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അടുത്തതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് നോക്കാം. ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് enterprise will continue to exist in the foreseeable future.
it is assumed that enterprise has neither the intention nor the necessity of liquidation or curtailing material the scale of its operation. അതായത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ്, ഈ കൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്, ദ എന്റർപ്രൈസ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇൻ ദ ഫോർസീബിൾ ഫ്യൂച്ചർ. ഫോർസീബിൾ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ അല്ലെങ്കിൽ അനന്തമായ കാലയളവിൽ ഈ ബിസിനസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനകത്ത് നമ്മൾ അനുമാനിക്കുന്നത്. അതായത് നമ്മളൊരു പെട്ടിക്കട തുടങ്ങുകയാണെങ്കിലും നാളെ ഇത് യൂസഫ് അലിയുടെ കൂട്ടായി മാറും എന്ന് പറയുന്ന നിലയിലാണ് നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നത്. അതായത് ഭാവിയിലും ഈ സ്ഥാപനം നിലനിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനകത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് the enterprise has neither the intention nor the necessity of liquidation or of curtailing the materially the scale of its operation. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യുന്ന വെച്ചാൽ അടച്ചുപൂട്ടാനെ കൊണ്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സിംഹഭാവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനെ കൊണ്ടോ യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ല എന്നും ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ നിന്നും നമ്മൾക്ക് അനുമാനിക്കാം. അപ്പോൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ബിസിനസ് സമീപഭാവിയിൽ എങ്ങും അടച്ചുപൂട്ടാൻ ഓണേഴ്സിന് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല. ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എല്ലാ ആൾക്കാരും ബിസിനസ്സിൻ്റെ ആസ്തികൾ അളക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായ അവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ ബിസിനസ് സമീപഭാവിയിലും കൂടി നടക്കേണ്ടുന്ന ഒരു ബിസിനസ്സാണ്, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട റീസണുകളിൽ ഒന്നാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അടുത്തതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, through the business is continuous affairs, its life is divided into suitable accounting periods. Generally, this accounting period is of 1 year each. ഇത് ശരിക്കും പറഞ്ഞാൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ ബിസിനസ്സിൻ്റെ ജീവിത കാലയളവുകളെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ പല അക്കൗണ്ടിങ് പീരീഡുകളായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു കൊല്ലമാണ് ഒരു അക്കൗണ്ടിങ് പീരീഡ്. അതായത് മറ്റൊരു കാര്യം കൂടി നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേക കാലയളവിലുള്ള പ്രവർത്തന റിസൾട്ടുകൾ, പ്രവർത്തനപരമായിട്ടുള്ള ലാഭങ്ങളും നഷ്ടങ്ങളും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ബിസിനസ്സിൻ്റെ എൻ്റെ ലൈഫുകളെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് കാരണമായിരിക്കുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ്. അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റ്. The underlying idea of cost concept is that asset is recorded at the price paid to acquire it, that is at the cost, and this cost is basis for all subsequent accounting for the asset. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം ഇതാണ്. കോസ്റ്റ് കൺസെപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയുമേ ഉള്ളൂ. ഒരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് വാങ്ങിച്ച വിലയിലായിരിക്കും. പിന്നീട് ഈ അക്കൗണ്ടിങ്ങിന് മുകളിൽ ഈ അസറ്റുകൾക്ക് മുകളിൽ ഏത് തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിലും ഈ വാങ്ങിയ വിലയെ ആശ്രയിച്ചിട്ടായിരിക്കും. അതിനൊരു ഉദാഹരണം ശ്രദ്ധിച്ചോളൂ. നമ്മളുടെ മുതുമുത്തച്ഛന്മാർ 1980 ഒരു 10,000 രൂപയ്ക്ക് 10 ഏക്കർ വസ്തു വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ഈ 2020 40 കൊല്ലങ്ങൾക്ക് ശേഷവും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഈ 10 ഏക്കർ വസ്തുവിന് 10,000 രൂപ തന്നെയായിരിക്കും കാണിക്കുക. പക്ഷെ നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം അസറ്റിൻ്റെ മൂല്യം എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ കോസ്റ്റ് കൺസെപ്റ്റ് അഥവാ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഒരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ വാങ്ങിച്ച വിലയിൽ തന്നെ രേഖപ്പെടുത്തുകയുള്ളൂ. പിന്നീടുള്ള എല്ലാ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റുകളും ഈ വാങ്ങിയ വിലയെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും. അടുത്തതാണ് ഡ്യുവാലിറ്റി കൺസെപ്റ്റ്. എന്താണ് ഡ്യുവാലിറ്റി കൺസെപ്റ്റ് എന്ന് നോക്കാം. The recognition of two aspects to every transaction is known as dual aspect analysis. ഏതൊരു ഇടപാടിനകത്തും ഉണ്ടായിരിക്കുന്ന രണ്ട് ആസ്പെക്റ്റുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡ്യുവാലിറ്റി കൺസെപ്റ്റ്. One entry consists of debit
to one or more accounts and another entry consists of credit to one or more accounts. However, the total amounts debit always equal to amount of credit. This can be explained in the form of accounting equation as asset is equal to capital plus liabilities. ഈ ഡ്യുവാലിറ്റി കൺസെപ്റ്റിനെ പറ്റി നോക്കാം. ഡ്യുവാലിറ്റി കൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ മനസ്സിലാക്കാം. സപ്പോസ് ഞാൻ ആകുന്ന അധ്യാപകൻ നിങ്ങളാകുന്ന വിദ്യാർത്ഥിയുടെ ചെവുക്കൽ നോക്കി ഒരു അടി അടിച്ചു. അപ്പോൾ ഇതൊരു ട്രാൻസാക്ഷനാണ്, ഇതൊരു ഇടപാടാണ്. ഈ ഇടപാടിനകത്ത് തുല്യ പ്രാധാന്യമുള്ള രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന്, ഞാൻ അടി നൽകുകയും നിങ്ങൾ അത് വാങ്ങിച്ചു കിട്ടുകയും. ഒന്നാമത്തെ ഞാൻ അടി നൽകുന്നു, രണ്ടാമത്തെ നിങ്ങൾ വാങ്ങിച്ചു കിട്ടുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഡ്യുവലിറ്റി കൺസെപ്റ്റ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ടു റെക്കഗ്നൈസേഷൻ ഓഫ് ടു ആസ്പെക്ട് ടു എവറി ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ഡ്യുവൽ ആസ്പെക്ട് അനാലിസിസ്. ഏതൊരു ഇടപാടിനകത്തും ഉണ്ടായിരിക്കുന്ന രണ്ട് ആസ്പെക്ട്സുകളെ അംഗീകരിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, അതിനെ പറയുന്ന പേരാണ് ഡ്യുവാലിറ്റി കൺസെപ്റ്റ്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഒരു ആസ്പെക്ട് ഡെബിറ്റും മറ്റൊരു ആസ്പെക്ട്സ് ക്രെഡിറ്റുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും, എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്? നത്തിങ്. ഡെബിറ്റും ക്രെഡിറ്റും ജേണലിൻ്റെയോ ലെഡ്ജറിൻ്റെയോ രണ്ട് വശങ്ങൾ മാത്രമാണ്. അതുമാത്രമല്ല, ഡെബിറ്റിൻ്റെ തുല്യമായ തുക തന്നെയായിരിക്കും ക്രെഡിറ്റിനും. ഡെബിറ്റ് സൈഡിൽ 30,000 രൂപയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും 30,000 രൂപ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡ്യുവാലിറ്റി കൺസെപ്റ്റിനെ ആശ്രയിച്ചിട്ടാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ രൂപപ്പെട്ടത്. അതുമാത്രമല്ല, ഈ ഡ്യുവാലിറ്റി കൺസെപ്റ്റിനെ ആശ്രയിച്ചിട്ടാണ് ബാലൻസ് ഷീറ്റ് ടാലി ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ട്രാൻസാക്ഷനും ഏതൊരു ഇടപാടിലും ഉണ്ടായിരിക്കുന്ന രണ്ട് ആസ്പെക്ട്സുകളെ അംഗീകരിക്കുക എന്നുള്ളതിനെയാണ് ഡ്യുവാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡെബിറ്റും രണ്ടാമത് തീർച്ചയായും ക്രെഡിറ്റുമായിരിക്കും. ഡെബിറ്റ് തുക തന്നെയായിരിക്കും ക്രെഡിറ്റ് തുകയായി വിളിക്കാം. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, ജേണൽ എങ്ങനെയാണ്, ലെഡ്ജർ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്തതാണ് റവന്യൂ റെക്കഗ്നൈസേഷൻ or realization concept. The gap required that revenue should be recognized in the period in which the sale is deemed to have occurred. അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഗ്യാപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. വരുമാനം നമ്മൾ വരുമാനമായി കണക്കാക്കണമെങ്കിൽ എപ്പോഴാണോ നമ്മളുടെ കച്ചവടം നടന്നേക്കുന്നത്, കച്ചവടം നടക്കുന്ന സമയത്ത് അത് നമ്മളുടെ വരുമാനമായി കണക്കാക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കാശ് കിട്ടുമ്പോഴല്ല, എപ്പോഴാണോ കച്ചവടം നടക്കുന്നത് അപ്പോൾ. ഓക്കെ, അത് നമ്മളുടെ വരുമാനമായി കണക്കാക്കാം. റവന്യൂ ഫ്രം സർവീസ് റെന്റഡ് ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ദ സർവീസ് ഹാസ് ബീൻ പെർഫോംഡ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കസ്റ്റമർ. ഇനി ഒരു സർവീസാണ് നമ്മൾ നൽകുന്നത് എങ്കിൽ എപ്പോഴാണോ കസ്റ്റമേഴ്സിന് നമ്മളുടെ സർവീസ് കൊണ്ട് സംതൃപ്തരാകുന്നത് ആ സമയമായിരിക്കും നമ്മളുടെ വരുമാനം റെക്കഗ്നൈസ് ചെയ്യുക. മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് റവന്യൂ ഫ്രം ഡിസ്പോസൽ ഓഫ് അസറ്റ് at the done the product is recognized at the date of sales. സാധനം വിൽക്കുക, അതായത് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഗുഡ്സ് വിൽക്കുക അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ, ഉദാഹരണം ഫർണിച്ചറോ ലാൻഡോ ബിൽഡിങ്ങോ തുടങ്ങിയ സാധനങ്ങൾ വല്ലതും വിൽക്കുകയാണെങ്കിൽ എന്നാണോ അത് വിൽക്കുന്നത് അന്നായിരിക്കും നമ്മളുടെ വരുമാനമായി കണക്കാക്കുക. അപ്പോൾ സാധനങ്ങൾ വിൽക്കുന്നത് എന്നാണോ, അതായത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഗുഡ്സ് വിൽക്കുന്ന ഡേറ്റിലായിരിക്കും വരുമാനം റെക്കഗ്നൈസ് ചെയ്യാം. കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും സർവീസ് ഇൻകം റെക്കഗ്നൈസ് ചെയ്യുക. അസറ്റുകൾ വല്ലതും വിൽക്കുകയാണെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. അടുത്തത് മാച്ചിങ് കൺസെപ്റ്റ്. എന്താണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് നോക്കാം. ആഫ്റ്റർ റവന്യൂ റെക്കഗ്നൈസേഷൻ all costs which are applicable to the revenue of the periods should be charged against the revenue in order to determine the net income of the business. അതായത് മാച്ചിങ് കൺസെപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, നമ്മളുടെ നെറ്റ് ഇൻകം മിച്ചമുണ്ടായിരിക്കുന്ന വരുമാനങ്ങൾ കണക്കാക്കുന്നതിന് വേണ്ടി നമ്മൾ തീർച്ചയായും നമ്മളുടെ വരുമാനത്തിൽ നിന്നും ആ വരുമാനം നേടുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ചിലവുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. ചാർജ് എഗനിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാണിക്കണം, എന്നിരുന്നാൽ മാത്രമേ നമ്മളുടെ നെറ്റ് ഇൻകം കിട്ടുകയുള്ളൂ. അതായത് ഇവിടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മളുടെ ലാഭമാണ്. ചാർജ് എഗനിസ്റ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് കാണിക്കണം എന്നാണ്.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൾ കോസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ചിലവുകളും വിച്ച് ആർ ആപ്ലിക്കബിൾ ടു ദ റവന്യൂ ഓഫ് ദ പീരീഡ്. എന്ന് വെച്ചാൽ ആ കാലയളവിൽ വരുമാനം നേടുന്നതിന് വേണ്ടി ഷുഡ് ബി ചാർജ്ഡ് അഗൈൻസ്റ്റ് ദ റവന്യൂ. തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വരുമാനത്തിന് അതൊന്ന് കുറയ്ക്കണം. അതായത് വരുമാനം നേടുന്നതിന് വേണ്ടി ചെലവാക്കിയേക്കുന്ന തുക നമ്മൾക്ക് കിട്ടിയേക്കുന്ന വരുമാനത്തിൽ നിന്നും കുറയ്ക്കുകയും അതുവഴി നമ്മളുടെ നെറ്റ് ഇൻകമായ പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയും ചെയ്യണം. ഇതിനെ പറഞ്ഞ പേരാണ് മാച്ചിങ് കൺസെപ്റ്റ്. ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് മാച്ചിങ് കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അടുത്തത് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് എന്ന് നോക്കാം. ഡിസ്ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അറിയിപ്പിക്കുക എന്നാണ് അർത്ഥം. The full disclosure principle requires that all facts necessary to make the financial statement not misleading must be disclosed. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ഫാക്റ്റുകളും തീർച്ചയായും നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കണം. Such events include bad debt, destruction of plant and equipments due to natural calamities and the like. അങ്ങനെ കാണിക്കേണ്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബാഡ് ഡെപ്റ്റ് അഥവാ കിട്ടാക്കടം, നമ്മളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻസുകളോ നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ഐറ്റങ്ങളും തീർച്ചയായും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചിരിക്കണം. അടുത്തത് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ദ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസ് ഹോൾഡ്സ് ദാറ്റ് unless and otherwise disclosed accounting statements should be prepared on the same basis as that of the preceding period. അതായത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണോ ഏത് രീതിയിലാണോ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കണം ഈ കൊല്ലവും അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. ഒന്നും കൂടെ പറയാം. ദ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ഹോൾഡ്സ് ദാറ്റ്. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് അൺലെസ് അതർവൈസ് ഡിസ്ക്ലോസ്ഡ്. അതായത് മറ്റൊരു രീതിയും പറഞ്ഞിട്ടില്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഓൺ ദ സെയിം ബേസിസ്. അതായത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരേ അടിസ്ഥാനത്തിലായിരിക്കും. എങ്ങനെ? ആസ് ദാറ്റ് ഓഫ് ദ പ്രിസീഡിങ് പീരീഡ്. അതായത് കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണോ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതേ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഈ കൊല്ലവും അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ. ദാറ്റ് ഈസ് നോട്ട് ആസ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. The comparison of one accounting period with that in the past is possible only when the convention of consistency is adhered to. അതായത് കഴിഞ്ഞ കൊല്ലത്തെ നമ്മളുടെ അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ടുകളും ഇപ്പോൾ ഉള്ള അക്കൗണ്ടിങ് റിസൾട്ടുകളും തമ്മിൽ കമ്പയർ ചെയ്യാൻ താരതമ്യപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും കൺസിസ്റ്റൻസി കൺസെപ്റ്റുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അടുത്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. എന്താണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് നോക്കാം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രുഡൻസ്. അതായത് കൺസർവേറ്റിസം കൺസെപ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രുഡൻസ്. ഇംപ്ലൈസ് ദാറ്റ് ദ പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി ഓവർ സ്റ്റേജ് ബട്ട് ആൾ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് റിലേറ്റഡ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ലാഭങ്ങളൊന്നും നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കരുത്, കൂട്ടി കാണിക്കരുത്. പക്ഷേ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് റിലേറ്റഡ്. ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഗുണങ്ങളൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൂട്ടിക്കാണിക്കരുത്, എന്നാൽ വരാനുള്ള പണികളൊക്കെ നമ്മൾ തീർച്ചയായും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. അതാണ് ശരിക്കും കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാരണവശാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റുകൾ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കിടക്കരുത്, കൂടിക്കിടക്കരുത്. പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തീർച്ചയായും കാണിച്ചിരിക്കണം. ദിസ് മോഡിഫൈങ് പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ബൈ ചൂസിംഗ് ദ ആൾട്ടർനേറ്റീവ് റിസൾട്ട് ഇൻ ദ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ഓർ അസെറ്റ് അറ്റ് എ ലോവർ ഫിഗർ ഇൻ കേസ് ഓഫ് ഗ്രേറ്റ് അൺസർട്ടനിറ്റി ആൻഡ് ഡൗട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്കുകൾ അത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് അതിൽ കാണിക്കുന്നതിന് പിന്നുള്ളതും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നതിന് പിന്നുള്ള കാരണം ഈ കൺസർവേറ്റിസം കൺസെപ്റ്റാണ്. അപ്പോൾ കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇനി വരാനൊക്കെ നമുക്ക് കിട്ടാനുള്ള ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല എങ്കിലും കിട്ടാനുള്ള പണികളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനെ പറഞ്ഞ പേരാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. അടുത്തയാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. എന്താണ് മെറ്റീരിയാലിറ്റി എന്ന് നോക്കാം. അക്കൗണ്ടിങ്
American Accounting Association, that is AAA, defines the term materiality as an item should be regarded as material if there is a reason to believe that the knowledge of would influence the decision of ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആൾക്കാരെ അറിയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ആൾക്കാർ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഉദാഹരണം, നമ്മുടെ മഹാരാജ കോളേജിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ അവിടെ വരാം, കാശുള്ള വീട്ടിലെ കുട്ടികൾ അവിടെ വരാം, ഇടത്തരം വീട്ടിലെ കുട്ടികൾ അവിടെ വരാം. ബട്ട് നിങ്ങളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ റിസൾട്ട്. അപ്പോൾ നിങ്ങളുടെ തീരുമാനത്തെ ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണോ അതിനെ പറയുന്ന പേരാണ് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ കോളേജിൽ നിങ്ങൾ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മളുടെ അവിടെ റിസൾട്ടുകൾ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് നിങ്ങളുടെ തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ഘടകം എന്താണോ അതിനെ പറയുന്ന പേരാണ് മെറ്റീരിയൽ. This means that an item can be said to be material if the omission or misstatement of its change or influence a decision taken by a person relying upon the report where the item is not included or stated wrongly. അതായത് ഒരു സാധനം മെറ്റീരിയൽ ആണ് എന്ന് പറയണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേറ്റ്മെൻറ്റുകളോ അല്ല എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുപോക്കുകളോ ഉണ്ടാവുകയാണെങ്കിലാണ്, അതുകൊണ്ട് നമ്മളുടെ തീരുമാനം മാറ്റിമറിക്കപ്പെടുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം. നിങ്ങൾ മഹാരാജ കോളേജിൽ വരുന്നത്, നമ്മളുടെ കോളേജിൽ ഏത് കുട്ടികൾ വരികയാണെങ്കിലും അവരെ കഴിവിൻ്റെ പരമാവധി പഠിപ്പിച്ച് പാസ്സാക്കും, റിസൾട്ടുകൾ കൂടുതലാണ്. സോ അതൊരു മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇനി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, ഇവിടെ നല്ല റിസൾട്ടുകളുണ്ട്, ദൂരദേശങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? മറ്റൊന്ന് വായനയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ തീരുമാനത്തെ വേണ്ടുന്ന സംഭവം പലപ്പോഴും ഒമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്റ്റേറ്റ് ചെയ്യുകയോ ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനം മറ്റൊന്നാകുമെങ്കിൽ ആ ഒമിറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ മിസ്റ്റേറ്റ് ചെയ്തേക്കുന്ന ഫാക്റ്റിനെ പറയുന്ന പേരാണ് മെറ്റീരിയൽ. അപ്പം തീർച്ചയായും ഏറ്റവും മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്റ്റുകളെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കൺസിഡർ ചെയ്തിരിക്കണം. അടുത്തത് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. എന്താണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്ന് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി റിക്വയർസ് ദാറ്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ ദാറ്റ് ഈസ് ഫ്രീ ഫ്രം ദ ബയാസ് ഓഫ് അക്കൗണ്ടൻസ് ആൻഡ് അതേഴ്സ്. അതായത് നമ്മൾ അക്കൗണ്ടൻസിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളും ഉണ്ടാവരുത്, ആൾക്കാർക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവരുത്. ദിസ് ക്യാൻ ബി പോസിബിൾ when each of the transactions is supported by verifiable documents or vouchers. ഇത് സാധിക്കണമെങ്കിൽ തീർച്ചയായും ഓരോ ട്രാൻസാക്ഷൻസിനകത്തും അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കൈവശം ഡോക്യുമെൻറ്റുകളോ വൗച്ചറുകളോ ഉണ്ടാവണം. അതിനൊരു ഉദാഹരണം ശ്രദ്ധിച്ചോളൂ. നമ്മൾ മുൻ എപ്പിസോഡുകൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാൽ നിങ്ങൾ യാത്ര ചെയ്തു എന്ന് നിങ്ങൾക്ക് എന്നോട് പറയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാഹനത്തിന് വന്നതിൻ്റെ ടിക്കറ്റുകളോ മറ്റെന്തെങ്കിലും അനുബന്ധ സാധനങ്ങളോ തരണം. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് ഈ തുക കണ്ടുപിടിച്ചേക്കുന്നത്, എടുത്തേക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായിരിക്കുന്ന ഡോക്യുമെൻസുകൾ ഉണ്ടായിരിക്കണം. അതായത് വെറുതെ നമുക്ക് ട്രാൻസാക്ഷനുകളൊന്നും രേഖപ്പെടുത്താൻ പറ്റത്തില്ല. സോ ഇതിനെ പറഞ്ഞ പേരാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റുകൾ. ഇനി അടുത്തതായി നോക്കേണ്ടത് സിസ്റ്റം ആൻഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ സിസ്റ്റങ്ങളും അതിൻ്റെ കൂട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസുകളുമാണ്. ഇതാണ് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും അവസാനത്തെ ടോപ്പിക്. ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്ന് ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് നോക്കാം. It is a complete system as both the aspect of transactions are recorded in the books of accounts. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകളും, അതായത് നമ്മൾ മുൻപേ പറഞ്ഞ ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യുകയാണ് എങ്കിൽ അതിനെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും. ദ സിസ്റ്റം ഈസ് അക്യുറേറ്റ് ആൻഡ് മോർ റിലയബിൾ. ഈ സിസ്റ്റം വളരെ കൃത്യമായിട്ടുള്ളതും വളരെ വിശ്വസനീയവുമാണ്. The system of double entry can be implemented by big as well as small organization. ചെറിയ സ്ഥാപനങ്ങളിലും വലിയ സ്ഥാപനങ്ങളിലും ഈ ഡബിൾ എൻട്രി സിസ്റ്റങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അടുത്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം.
ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെല്ലാം പരിപൂർണമായും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല ഇവിടെ. ഇറ്റ് ഡസ് നോട്ട് റെക്കോർഡ് ടു ഫ്ലോട്ട് എഫക്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട്സുകളും കറക്റ്റായിട്ട് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ല എങ്കിൽ, വെറുതെ നമ്മൾ കണക്കുകൾ കാണിച്ചു വെക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ബുക്ക് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതെല്ലാം എന്ത് തന്നെയായിരിക്കും? സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരിക്കും. അടുത്തത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസുകൾ. അണ്ടർ ക്യാഷ് ബേസിസ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയ്ഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് ആൻഡ് നോട്ട് വെൻ ദ റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ് ബിക്കം ഡ്യൂ. അതായത് ക്യാഷ് ബേസിസിലാണെങ്കിൽ കാശ് വരുന്നതും പോകുന്നതും മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. എന്നാൽ അണ്ടർ ദ അക്രൂവൽ ബേസിസ്, വളരെ പ്രധാനപ്പെട്ട, റവന്യൂ ആൻഡ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ ഒക്കർ rather than they are paid. അതായത് ഇവിടെ കാശ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കത്തില്ല. ഏതൊരു കൊല്ലത്തേക്കുള്ളതാണോ ഏതൊരു കാലയളവിലേക്കുള്ളതാണോ അതെല്ലാം ആ കൊല്ലത്തെ വരുമാനങ്ങളോ ചിലവുകളായോ നമ്മൾ കണക്കാക്കും. അതിനെ പറഞ്ഞ പേരാണ് അക്രൂവൽ ബേസിസ് ഓർ അക്രൂവൽ കൺസെപ്റ്റ്. സാധാരണഗതിയിൽ നമ്മൾക്ക് പഠിക്കാനുള്ളതെല്ലാം അക്രൂവൽ ബേസിൽ ഉണ്ടായിരിക്കുന്ന കണക്കുകളാണ്. ഓക്കെ, അതായത് അക്രൂവൽ ബേസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കാശ് കിട്ടിയോ ഇല്ലയോ കൊടുത്തോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. അത് ഈ നമ്മുടെ ഒരു പ്രത്യേക കാലയളവിലേക്കുള്ളതാണെങ്കിൽ അത് ആ കാലയളവിലേക്കുള്ള വരുമാനങ്ങളോ ചിലവുകളോ ആയി നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര മഹാരാജ കോളേജിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയാശംസകളും. ദയവായി നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഒന്നിലധികം തവണ ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ നോട്ടുകളെല്ലാം എഴുതിയെടുക്കാനെ കൊണ്ട് ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.